ഇതൊന്നും കണ്ട് നമ്മൾ മുഷിയേണ്ടതില്ല. സന്തോഷിക്കാൻ ധാരാളം വകയുണ്ട്. വിജയമുറപ്പിച്ച പാർട്ടിയും മുന്നണിയും അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. NDA ഇലക്ഷൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കോട്ടയം മണ്ഡലത്തിലൊക്കെ ഓഫീസ് ഉദ്ഘാടനം പോലും കഴിഞ്ഞു. എന്തെന്ന് വെച്ചാൽ അവർ വിജയിക്കും, അതുതന്നെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മറ്റ് മുന്നണികളിലുള്ളതുപോലുള്ള അവ്യക്തതയും ആശയക്കുഴപ്പമൊന്നും ഞങ്ങളുടെ മുന്നണിയിലില്ല. പ്രത്യേകിച്ചും കോട്ടയത്ത് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു തീരുമാനം വൈകിക്കുന്നതിൻ്റെയും ആവശ്യകതയില്ല. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അത്ഭുതകരമായിട്ടുള്ള ഒരു പരിണാമമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടാവുക. അതിനോടൊപ്പം തന്നെ മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലത്തിലും അത്ഭുതമുണ്ടാവും. ഇപ്പോഴേ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. മഞ്ചേശ്വരത്ത് എതിർ സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിയമസഭാ സാമാജികൻ ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കേസിൻ്റെ വിധിയെ കാത്തു നിൽക്കാതെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി പുതിയ നിയമസഭാ സാമാജികനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ജനങ്ങളുടെ അഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കാൻ ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് കെ സുരേന്ദ്രൻ തലയൂരി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൊളിമിക്സ് അങ്ങനെ പറയില്ല. രാഷ്ട്രീയമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ LDF UDF കൂട്ടുകെട്ടിനെതിരായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു മത്സരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അതായത് സുരേന്ദ്രൻജി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല എന്നർത്ഥം. നിയമസഭ വഴി തുടങ്ങാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അത് നടക്കുമോ എന്ന് കണ്ടറിയാം. അതുവരെ പക്ഷേ കാത്തിരിക്കാനാവില്ല. പോവുകയാണ്. നന്ദി, നമസ്കാരം.